ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നാണ് മെറ്റിൽഡ കേക്ക് ഉണ്ടാക്കുന്നത് ദിവസം. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റിൽഡ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കുന്നതിന് പറ്റി. അപ്പോൾ അതിൽ വിപ്പിംഗ് ക്രീം ആയിരുന്നു കിട്ടാതിരുന്നത്. ശരിക്കും ഹെവി ക്രീമാണ് വേണ്ടത്, പക്ഷേ ഹെവി ക്രീം ഈ ഭാഗത്ത് എവിടെയും കിട്ടാനില്ല. അപ്പോൾ അതിന് പകരം വിപ്പിംഗ് ക്രീം, അതായത് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ക്രീമാണ് വേണ്ടത്. ഫ്രഷ് ക്രീമിന് ഫാറ്റ് കണ്ടൻറ്റ് ഇല്ല. പിന്നെ ഉള്ളത് ഹെവി ക്രീം. പിന്നെ ഹെവി ക്രീമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് അടുപ്പിക്കാൻ പറ്റിയത് പിന്നെ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചു. ഒരു സ്ഥലത്ത് നെസ്റ്റോൾ തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേറെ കടയിൽ പോയിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഓക്കെ, ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻസ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഇടാം, ഞാൻ പറയാം. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് മൈദയുണ്ട്. 2 കപ്പ് മൈദ. അപ്പോൾ 2 കപ്പ് അളന്ന് ഒഴിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കപ്പ് മൈദ വേണം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ മതി. പിന്നെ ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് സീവ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 400 ഗ്രാം ഷുഗർ ആഡ് ചെയ്യുക. പിന്നെ ഒരു 70 ഗ്രാം കൊക്കോ പൗഡറും ആഡ് ചെയ്യുക. സോ ഇതിൽ ഷുഗർ എടുക്കുന്ന ടൈമിൽ വലിയ ക്രിസ്റ്റൽ അല്ലാതെ ചെറിയ ക്രിസ്റ്റലുള്ള ഷുഗർ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഷുഗർ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് പിന്നെ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ വലിയ ക്രിസ്റ്റലാണെന്നുണ്ടെങ്കിൽ മെൽറ്റ് ആയി കിട്ടണമെന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സോ ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്കിനി ഇതിൽ ഒഴിക്കാൻ വേണ്ടി ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. ഈ ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും മോരാണ്. അപ്പോൾ നമ്മൾ മോരല്ല ഒഴിക്കണത്. നമ്മൾ മോര് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിയുള്ള മോരൊന്നും ഒഴിക്കാൻ പാടില്ല ഇതിൽ. അതായത് നമ്മൾ മിൽക്ക് ഒരു 1 കപ്പ് മിൽക്ക് എടുത്തിട്ട് അതിലോട്ട് വിനാഗിരി ഒഴിച്ച് പിരിക്കില്ല, നമ്മൾ പനീർ ഉണ്ടാക്കാൻ വേണ്ടി പിരിക്കില്ലേ, അതേപോലെ നമ്മൾ പിരിച്ചെടുക്കണം. അപ്പോൾ അതാണ് ഒരു ബട്ടർ മിൽക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. കേക്കിലൊക്കെ യൂസ് ചെയ്യും കേട്ടോ. സോ നമ്മളിവിടെ 1 കപ്പ് ബട്ടർ മിൽക്ക് എടുത്തിട്ടുള്ളത്. ഈ ബട്ടർ മിൽക്ക് എടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, അപ്പം നമ്മൾ മറ്റേ വാനില എക്സ്ട്രാക്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് വാനില എക്സ്ട്രാക്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഞാൻ ഇതിന് ശേഷം നമുക്ക് എഗ്ഗ് ആയിരുന്നു ആഡ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ ഞാൻ എഗ്ഗ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കാൻ മറന്നുപോയി. അപ്പോൾ എപ്പോഴും എഗ്ഗ് യൂസ് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം തണുത്ത എഗ്ഗൊന്നും ഇതിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യം വരികയാണ്, എഗ്ഗ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വയ്ക്കുക. സോ അപ്പോൾ ഞാൻ 2 എഗ്ഗ് ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ചു. ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചു. അപ്പോൾ പെട്ടെന്ന് റൂം ടെമ്പറേച്ചറായിട്ട് കിട്ടും നമുക്ക്. ഫുള്ളായിട്ട് വലിയ തണുപ്പ് മാറില്ലെങ്കിൽ കുറച്ച് നല്ല മോഡറേറ്റ് ആയിട്ട് തണുപ്പൊക്കെ മാറി കിട്ടും. സോ നമുക്കിനി ഒക്കെ ആഡ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ആഡ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മൊത്തം ആഡ് ചെയ്ത ടൈമിൽ ഭയങ്കര തിക്കായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നൊരു കാര്യമാണ്, 1/2 കപ്പ് ഹോട്ട് വാട്ടറിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ടുള്ള ഒരു മിക്സ് ഞാനിതിലോട്ട് ആഡ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 കപ്പ് മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിട്ട് പോകും. എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച് നമ്മുടെ ബേക്കിംഗ് ടിന്നിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ബേക്കിംഗ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ A4ഉം ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്താലും മതി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഓരോ ലെയറായിട്ട് ഉണ്ടാക്കുമ്പോൾ ഓരോ കേക്കായിട്ട് ഉണ്ടാക്കുക. അതായത് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാതെ ഓരോ ലെയറും ഓരോ കേക്കായിട്ട് ഓരോ ടിന്നിൽ ഉണ്ടാക്കുക. അങ്ങനെയാണ് ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടത്. അതിൻ്റെ സയൻസ് എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴായിരിക്കും ആ മെറ്റിൽഡ കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ ആ കാരണം കൊണ്ട് ടേസ്റ്റ് കുറയേണ്ടതെന്ന് വെച്ചിട്ട് 2 ടിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ഫ്രോസ്റ്റിംഗ്. ഈ മെറ്റിൽഡ കേക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഫ്രോസ്റ്റിംഗ്. ഈ ഫ്രോസ്റ്റിംഗ് ആണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്, ഇതിൻ്റെ ഒരു യുണീക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെവി ക്രീം എടുക്കാൻ നോക്കുക. ഹെവി ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കുക. എന്നിട്ട് അതിലോട്ട് ആദ്യം തന്നെ കൊക്കോ പൗഡർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് അറിയാതെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് കൊക്കോ പൗഡർ അതിലോട്ട് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ പൊടി ചിലപ്പോൾ ക്ലമ്പി എടുക്കാൻ കാരണം. എന്നിട്ട് ആ ഒരു 2 സാധനങ്ങൾ കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഈവൻ ആക്കുക. ലൈക്ക് അതിൽ നന്നായിട്ട് മിക്സ് ആക്കുക. ഞാൻ പക്ഷെ കുറച്ച് ചൂടാക്കിയത് കൊണ്ട് അത് മിക്സ് ആകാൻ കുറച്ച് പണി വിട്ടു. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചൂടാക്കുന്നതിന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും നമ്മുടെ ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ആ ബട്ടറും ഡാർക്ക് ചോക്ലേറ്റൊക്കെ മെൽറ്റായി നല്ലൊരു
അടിപൊളി ഒരു മിക്സ്ചർ കിട്ടും. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഗ്ലാസ് പേപ്പർ വെച്ച് കവർ ചെയ്ത് അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു ഏകദേശം ഞാൻ ഒരു 2-3 മണിക്കൂർ വെച്ചിട്ടുള്ളൂ, ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീമി, നമുക്കത് ഫ്രോസ്റ്റ് ചെയ്യാൻ ഉള്ള പരുവത്തിന് നമുക്ക് കിട്ടും. ഈ ഒരു ഫ്രോസ്റ്റിങ്ങിന് എന്തോ ഒരു ഒടുക്കത്തെ ടേസ്റ്റാണെന്നറിയോ, ഇത് വെറുതെ ഇരുന്ന് തിന്നാൻ പറ്റും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഇതിന് മുന്നേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇത് വേണം നമുക്ക് നമ്മുടെ കേക്കിലോട്ട് തേക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 കേക്കും ബേക്കായി വന്നിട്ട് വെക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊരു പൊട്ടൽ വന്നതുകൊണ്ട് ഇതിങ്ങനെ ഒലിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പൊട്ടാതെ മാക്സിമം നോക്കുക. അങ്ങനെ ഞാനിവിടെ 2ാമത്തെ ലെയറും വെച്ച് അതും ഫ്രോസ്റ്റ് ചെയ്യാണ്. ഈ ഫ്രോസ്റ്റ് ആണെങ്കിൽ നല്ല തിക്നെസ്സാണ്. അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ് കേക്ക് ആയതുകൊണ്ട് ഇങ്ങനെ പൊട്ടി പോരും. പിന്നെ എക്സ്ട്രാ ഒരു പൊട്ടലും കൂടെ ഉള്ളതുകൊണ്ട് പറയും വേണ്ട, ഇതിങ്ങനെ തൂങ്ങി അങ്ങോട്ട് വീഴാറായി നിൽക്കുകയായിരുന്നു. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഞാനിങ്ങനെ നീക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടുക്കളയിൽ തട്ടലും മുട്ടലും കേട്ട് ഇതെന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് കണ്ടോ, ഇതിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഞാൻ വിചാരിച്ചൊരു ഔട്ട്കം അല്ല വന്നത്. പക്ഷെ അതറിയില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതാണല്ലോ വലിയ കാര്യം. ഇതിൻ്റെ കൂടെ പാൽ അടിപൊളിയായിട്ട് പോട്ടോ. പിന്നെ നമ്മുടെ കേക്ക് സെൻസറി അനാലിസിസ് 3 ആൾക്കാർ വന്നു. അടിപൊളി ഇതെന്താ വെച്ചാല് ഇപ്പൊ തന്നെ മുറിക്കാൻ പറ്റില്ല. ഒരു ദിവസമെങ്കിലും ഒരു നൈറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണ്ടേ. അപ്പൊ ഞാൻ എന്താ വെച്ചാല് മറ്റേ ക്രീമും ഉണ്ട്, പിന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ച കേക്കും ഉണ്ട്. അപ്പൊ നിങ്ങളെന്താ കഴിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ വിളിച്ചത്, നിങ്ങളെ ഒരു പൂതി തീർക്കാൻ. ഇത് പിന്നെ നാളെ നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ കഴിക്കാം. ആ മെറ്റിൽഡ കേക്ക് പോലെ തോന്നിയിട്ടുണ്ടോ? യെസ്, ഇതാണ് ആ ഒരു കേക്ക്. അതേപോലെ ആയോ ഈ കേക്ക്? ചോറുണ്ടോ നിങ്ങള്? ഒരു ക്രീം ടേസ്റ്റ് ഉള്ള ക്രീം അല്ലേ? നമ്മൾ കട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. ഇത് ഒരു രാത്രി ഒന്ന് വെക്കണം, അപ്പോൾ 1 നൈറ്റ് എടുത്തതിന് ശേഷമുള്ളൊരു കോലമാണിത്. ഇത് ആക്ച്വലി കുറച്ച് ഇങ്ങനെ ഒരു കട്ട പിടിച്ച പോലെ, കാരണം ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ്സും കൂടെ കഴിഞ്ഞാൽ ഒരു ക്രീം ഒന്നും കൂടെ ഒന്ന് മെൽറ്റായി നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.